കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. പോരാട്ടമല്ല, പൊളിറ്റിക്കൽ ഫൈറ്റാണ്. 9 വർഷത്തെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, 50 വർഷത്തെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പ്ലസ് പോലീസിലെ RSS വൽക്കരണം, ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അൻവറിന്റെ കേസിൽ ഉണ്ടായിട്ടത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോ ഇനിയിപ്പോ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കെട്ടിത്തിരിയുന്നതിൽ അർത്ഥമില്ല. മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. പക്ഷെ അൻവറിന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ അത് മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ പോരാടുന്ന അൻവറിന് പിന്നെ UDFനെ സപ്പോർട്ട് ചെയ്യലേ മാർഗമുള്ളൂ. സ്വരാജിനെ പറ്റി ഇന്ന് അദ്ദേഹം വളരെ, ഞങ്ങളാരും സ്വരാജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കാരണം മത്സരം പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇന്ന് ശ്രീ അൻവർ എന്നെ പറഞ്ഞത് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ച് കൊന്ന സമയത്തൊന്നും ഈ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, നിലമ്പൂരിൽ പ്രളയം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹം കൂടുതൽ വിമർശിച്ചത് സ്വരാജിനെയാണ്. അപ്പോൾ UDF LDF ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് UDFനല്ലേ പിന്തുണയ്ക്കേണ്ടി വരിക. അദ്ദേഹം പറഞ്ഞ മറ്റു വിഷയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം നടത്തി. ഞങ്ങൾ പറഞ്ഞു ആ രണ്ടും പിൻവലിച്ച് UDF സ്ഥാനാർത്ഥിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നിലപാട് മാറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറെ കൂടെ സംയമനം പാലിച്ചുകൊണ്ട്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞതിന് ഇനി അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കേണ്ട, പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം, സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം. ഇന്നലെ അവസാനം ഞങ്ങൾ പറഞ്ഞത് അതും വേണ്ട, സ്ഥാനാർത്ഥിയെ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു വാചകം പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ അസോസിയേറ്റ് അംഗമാക്കാമെന്ന്. ഇവിടെ ഒരു കാര്യം പറയാനുള്ള, അസോസിയേറ്റ് അംഗം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അൻവർ TMCയിൽ ചേർന്നപ്പോൾ ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടില്ല. TMC ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും പല കാര്യങ്ങളിലും കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രകൃതമാണ് മമതാ ബാനർജിക്ക്. ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അത് ശക്തമായിട്ട് പ്രവർത്തനം നടത്തി. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടീനെ ഒരു ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രം അംഗമാണ്, മറ്റൊരു കാര്യങ്ങളും അവർ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല എതിർക്കുകയാണ്. അങ്ങനെ പാർട്ടീനെ എങ്ങനെയാണ് ഞങ്ങളുടെ ഘടകകക്ഷിയാക്കുക? പക്ഷെ അൻവർ രാഷ്ട്രീയ തീരുമാനം എടുത്ത് LDF എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹകരിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. നേരെ മറിച്ച് ഇപ്പം അൻവർ ഒരു സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് എങ്കിൽ അൻവറിനെ ഇതിൽ സ്ഥിരം അംഗമാക്കാൻ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. പക്ഷെ തൃണമൂൽ എന്നുള്ള പാർട്ടി ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കേരളത്തിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ അൻവർ എടുത്ത തീരുമാനം കാരണമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത്. പിന്നെ 2-ാം തീയതി തീരുമാനം എടുത്തു, ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി. നമ്മളെല്ലാം മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും മാറ്റിവെച്ചല്ലോ. ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷത്തിന്റെ ഒരു സമയത്ത് ഇലക്ഷൻ വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു ഭാഗത്ത് യുദ്ധം, കാലവർഷം തുടങ്ങാൻ പോകുന്നു, 8 മാസത്തെ കാലാവധി ശരിക്കും പറഞ്ഞാലുള്ളൂ.
അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഒരു ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പം തീരുമാനം അനൗൺസ് ചെയ്യാൻ തിരക്കിട്ട് അനൗൺസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അനൗൺസ് ചെയ്യാതിരുന്നത്. പക്ഷേ നമ്മളെ യുദ്ധം നടന്നില്ല, സന്തോഷമുള്ള കാര്യം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അല്ലാതെ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചതല്ല. ഈ അസോസിയേറ്റ് അംഗത്തു നിന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്, മാറാൻ കഴിയില്ല. ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ട് പോലും അദ്ദേഹം UDF വിമർശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഞങ്ങളിപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. വിമർശിക്കുന്ന UDF മൊത്തത്തിലല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളൊക്കെ എന്തെങ്കിലും വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയണ്ടേ, അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ എന്തോ ഒരു കാരണങ്ങൾ, പ്രതിപക്ഷ നേതാവ് അല്ല, ഞാൻ പറയാം, ഈ കാര്യത്തിൽ എല്ലാ തീരുമാനം എടുത്ത് ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. DCCയുടെ കത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയത്. അൻവറിന്റെ കാര്യത്തിൽ അസോസിയേറ്റ് അംഗം എന്നുള്ളത് അൻവറും സമ്മതിച്ചു എന്നാണ് 2-ാം തീയതി UDF യോഗത്തിൽ അൻവറുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയവർ യോഗത്തിന് അറിയിച്ചു. പിന്നെ പ്രഖ്യാപനം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ അൻവർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനിങ്ങനൊരു ഈ രീതിയിൽ അൻവർ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അല്ല, ഇനിയിപ്പോൾ അത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് UDF ചെയർമാനാണ്. അദ്ദേഹം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല, ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്. പിന്നെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിന് അർത്ഥമില്ല. ഇനി ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂർ ജയിച്ചേ പറ്റൂ.